ഇസ്രായേലും ഹമാസും തമ്മിൽ ഏകദേശം 40 ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഹമാസിന് വേണ്ടി. അവരത് എഗ്രി ചെയ്യുവാണെങ്കിൽ ഇസ്രായേൽ 40 ദിവസത്തേക്ക്, അതായത് മൺഡേ ഓൺവേർഡ്സ്, റംസാൻ വരികയാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് സമയത്ത് വെടിനിർത്തൽ ഉണ്ടാകും 40 ദിവസത്തേക്ക്. അപ്പം ആ ഒരു രീതിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഇന്റർനാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഒരു കാരണവശാലും പാലസ്റ്റീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കത്തില്ല. അതവർ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറില്ല, വെടിനിർത്തൽ ഉണ്ടാകും. ആ സമയത്ത് ഈ പറയുന്ന 100-ൽ പരം ഹോസ്റ്റേജസ്, അതായത് ഇവർ തടവിലാക്കി വെച്ചവരെ ഹമാസ് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തില്ല എങ്കിൽ, അതും പറയുന്നുണ്ട്, അവരുടെ വാർ എമർജൻസി ലീഡർ ബെന്നി ഗ്രാൻസ് എന്ന് അവിടെ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പ്രത്യേകിച്ച് അത് നടന്നില്ല എങ്കിൽ, അതായത് റാഫയിലെ 1.5 മില്യൺ പാലസ്റ്റീൻകാരാണ് ഈ പറയുന്ന സദേൺ സിറ്റിയിൽ, ഈ ചെറിയൊരു സിറ്റിയിൽ താമസിക്കുന്നത് റെഫ്യൂജികളായിട്ട്, അവിടെ കയറി നിരങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. യാഹ്യ സിനാർ, അതായത് അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ കമാൻഡന്റ്, അതായത് ഒക്ടോബർ 7 ഇസ്രായേൽ നടത്തിയ ക്രൂരമായ 1200 പേരെ കൊന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരകൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് മൊസാദും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും ലൊക്കേറ്റ് ചെയ്തു. അപ്പം അതിലും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ കയറി ആക്രമിക്കാത്തത്. അതിന് ചുറ്റും ഷീൽഡായിട്ട് ടണലിൻ്റെ അകത്ത് അടിയിൽ ഈ പറയുന്ന ഹോസ്റ്റേജസിനെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം അവിടെ കയറി ഒരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റെഫ്യൂജി ഹോസ്റ്റേജസ് ആയിട്ട് പിടിക്കപ്പെട്ട പല ആൾക്കാർ, ഏകദേശം 60 മുതൽ 70% ആളുകൾ കൊല്ലപ്പെടും. അതുകൊണ്ടാണ് യാഹ്യ സിനാറിനെ കയറി പിടിക്കാത്തത്. അത് വാഷിങ്ടൺ പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് അയാൾ എവിടെ നിന്ന് പിടികിട്ടി. പക്ഷെ അവിടെ കയറി അറ്റാക്ക് ചെയ്യാതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇസ്രായേലികളും മരിക്കും എന്നതാണ് ഈ IDF-ഉം മൊസാദും പറയുന്നത്. ഇനി മറ്റൊന്ന് സംഭവം, അമേരിക്കൻ പ്രഷർ. പാലസ്റ്റീൻ്റെ പ്രധാനമന്ത്രി രാജിവെച്ചു. എന്താണ് രാജിവെക്കാൻ കാരണം? കാരണം ഇവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പ്രായവും, മെഹബൂദ് അബ്ബാസ് 19 വർഷമായിട്ട് പ്രസിഡന്റായിട്ട് ഇരിക്കുകയാണ്. ഹൈലി കറപ്റ്റഡ് ആണ് ഈ പാലസ്റ്റീൻ അതോറിറ്റി എന്ന് പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഭരണകൂടം പേരിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ യങ് ബ്ലഡ് വരട്ടെ, അതിനുവേണ്ടിയാണ് അമേരിക്കൻ പ്രഷറിൽ പാലസ്റ്റീൻ അതോറിറ്റിയുടെ അവരുടെ പ്രധാനമന്ത്രി ആ മന്ത്രിസഭയും കൂട്ടമായിട്ട് രാജിവെക്കുന്നു. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഗാസയിൽ നിന്നും ഇസ്രായേലി സേന ഒരു ലോങ് ടൈം വെടിനിർത്തലിന് തയ്യാറല്ല. ഇസ്രായേലി സേന പറയുന്നത്, IDF-ഉം അവരുടെ ബെഞ്ചമിൻ നെതന്യാഹു അഡ്മിനിസ്ട്രേഷനും പറയുന്നത്, അവർ ഏകദേശം ഒരു 90-95% ഈ ഹമാസിനെ തൊലച്ചു, അതായത് നശിപ്പിച്ചു. അവരെ ഡിസ്മാൻഡിൽ ചെയ്തു. അവരുടെ കമാൻഡുകളുമായിട്ടും ഈ പറയുന്ന ഹമാസ് ടെററിസ്റ്റുകൾക്ക് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി. പക്ഷെ ബാക്കി 5 മുതൽ 8% ഉണ്ട്. അതിനെയും കൂടെ നശിപ്പിക്കാതെ ഈ വാറ് തീരുന്നില്ല. ഇതാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ടാണ് അവരൊരു ലോങ് ടൈം ട്രൂസിന്, അതായത് ലോങ് ടൈം വെടിനിർത്തലിന് അവർ തയ്യാറാകാത്തത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നേരത്തെ ഗാസ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഓട്ടോണമിയസ് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഇനി ഗാസ ഓട്ടോണമസ് അല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. ഇസ്രായേൽ ആയിരിക്കും അവിടുത്തെ സെക്യൂരിറ്റിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. നേരത്തെ പാലസ്റ്റീന് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കാം എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു, അതായത് ഒക്ടോബർ 7 മുമ്പ്. അതും ഇല്ലാതായി. ഇനി മറ്റൊരു സംഭവം, ഈ ഗാസയിലാണെങ്കിൽ
ഒരു കാരണവശാലും ഹമാസിന് ഭരണം കൈമാറുകയില്ല. അവിടെ ഭരണം കൈമാറുന്നത് ഇസ്രായേലും കൂടെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനായിരിക്കും. ഗാസയുടെ ഭരണം, വെസ്റ്റ് ബാങ്കിൻ്റെ ഭരണം. അതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ അവിടുത്തെ ബഹുദ് അബ്ബാസിൻ്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞു വിട്ടത്. ആലോചിച്ച് നോക്കുക, എത്രമാത്രം പവർഫുള്ളാണ് ഇസ്രായേൽ എന്ന് ആലോചിച്ച് നോക്കുക. പാലസ്തീൻ്റെ പ്രധാനമന്ത്രിയോട് രാജിവെച്ച് പോകാൻ ഇസ്രായേൽ പറയുന്നത് രാജിവെച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഹമാസ് ആണെങ്കിലും ഗാസയാണെങ്കിലും ഒക്കെ ഹമാസിനെ എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം. കാരണം ഇനി അടുത്തൊരു ലെവൽ പോയിന്റ്, അടുത്ത ഡിമാൻഡാണ് ഇസ്രായേലിൻ്റെ. ലോകരാജ്യങ്ങളോ അറബ് രാജ്യങ്ങളോ ഹമാസിനെയോ ഈ പറയുന്ന പലസ്തീനെ സഹായിക്കുകയാണ്. കാരണം ഹമാസ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഇസ്രായേലിൻ്റെ 4 അംഗ ടീം ഈ യുണൈറ്റഡ് നേഷൻ്റെ അകത്തുണ്ടായിരിക്കും. ഇവർക്ക് ഫണ്ട് വരുമ്പോൾ ഒരു കാരണവശാലും ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് ആശുപത്രി പർപ്പസ് ആണെന്നും പറഞ്ഞ് അത് ടെറർ ആക്ടിവിറ്റീസിന് പോകാൻ പാടില്ല. അത് മാൻഡേറ്ററി ആണ്. അതായത് നേരത്തെ ഖത്തറാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും ഇങ്ങനെ ഫണ്ട് ഒഴുക്കുമായിരുന്നു, അത് ടർക്കി ഉൾപ്പെടെ. അത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ആക്കിയിട്ട് ഇസ്രായേലാണ് മോണിറ്റർ ചെയ്യുന്നത്. ഫണ്ട് എവിടെ പോകണം, എങ്ങനെ പോകണം, ആർക്ക് പോകണം. അതേപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത് പാലസ്തീനിലുള്ള സ്കൂളുകളും അതേപോലെ മുസ്ലിം പള്ളികളും അതിനകത്ത് ഒരു കാരണവശാലും എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്രായേലും കൂടെ മോണിറ്റർ ചെയ്യുന്ന സംഭവങ്ങൾ അവിടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിസ്റ്റം പറ്റില്ല. അത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ജിഹാദായിരുന്നു, അതിനിയും പാടില്ല. അപ്പം അടുത്ത ചോദ്യമാണ്, ഒക്ടോബർ 7 ശേഷം ഹമാസ് നടത്തിയ ഈ ആക്രമണത്തിൽ എന്താണ് അവർക്ക് കിട്ടിയത്? അവസാനം ഹമാസിൻ്റെ തന്നെ അവർ തന്നെ കൊടുക്കുന്ന ഒരു പ്രസ് റിലീസിനകത്ത് പറയുന്നത് ഏകദേശം 30,000-ഓളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു, അതിൻ്റെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ. 76,000 പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആയി. 15 ലക്ഷം പേർ, അത് 1.5 മില്യൺ ജനങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആയി, വീടില്ലാതായി. അതായത് 10 വീടുകൾ എടുക്കുകയാണെങ്കിൽ 7 വീടുകൾ പൊളിഞ്ഞുപോയി. ആലോചിച്ച് നോക്കുക, എന്താണ് നേടിയത്? ഇപ്പോൾ കേരളത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പറയുന്നവർ ഈ പല സാറ്റലൈറ്റ് ചാനലും ഡിജിറ്റൽ ചാനലൊക്കെ ഇവർക്ക് വേണ്ടി പറയുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയത്? അതാണ് ഈ ജിഹാദ് എന്ന് പറഞ്ഞ് ഭൂലോക പൊട്ടത്തരമാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ തെളിഞ്ഞത്. മറ്റൊന്നെന്താണ്, ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പലസ്തീനും അതേപോലെ തന്നെ ഹമാസിനും വെപ്പൺസ് കൊടുക്കുന്നത് നിർത്തി. അതുകൊണ്ടാണ് ഹമാസ് ഫോഴ്സ്ഫുൾ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വെടിനിർത്തലിന് വേണ്ടി വന്നിരിക്കുന്നത്. ഹമാസ് പറയുന്നൊരു ഡിമാൻഡുണ്ട്, ചില ഡിമാൻഡുണ്ട്. അതായത് വെടിനിർത്തൽ ലോങ് ടേം വേണം, 40 ദിവസം അല്ലാതെ അവർക്ക് വേണ്ടത്, കാരണം അവർ തകർന്നു പോയി. രണ്ടാമത് പറയുന്നത് ഇസ്രായേലി ഫോഴ്സ് ഗാസയിൽ നിന്നും പിന്മാറണം. അത് ഇസ്രായേൽ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അതേപോലെ ടർക്കി ഈ ഹമാസിനെ പിന്തുണച്ചിരുന്നു. ഇസ്രായേലി ഫോഴ്സ് പിന്മാറണമെന്നും ഈ ഫണ്ടിങ് എന്ന് പറയുന്ന അവർ നേരിട്ട് കൊടുക്കുക, അത് രണ്ടും ടർക്കിയും പിന്മാറിയതിൽ നിന്നും. അതായത് വെപ്പൺസ് പോയി, ഫണ്ടിങ് പോയി. അവർക്കിനി അവരുടെ ഡിമാൻഡ് എന്നാ, അടുത്ത ഡിമാൻഡ് ഹമാസിൻ്റെ, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മെഡിസിനും അതായത് മരുന്നുകളും ആഹാരവും ബേക്കറിയും അത് നടത്തുവാനുള്ള സഹായം ഇസ്രായേൽ ചെയ്തു തരണം. എവിടുന്ന് എങ്ങോട്ട് പോയി ഗെയിം? ആലോചിച്ച് നോക്കുക, ആരെന്ത് നേടി? ഇതാണ് പറയുന്നത്, വിഡ്ഢിത്തരവും പൊട്ടത്തരവും കാണിച്ച് ഐക്യദാർഢ്യം കാണിച്ചിട്ട് അവസാനം ഒന്നുമല്ലാതായി മാറി. ചോദിക്കുക, ഞങ്ങൾക്ക് മെഡിസിൻ വേണം, ഞങ്ങൾക്ക് ഫുഡില്ല, അതായത് ബേക്കറി, ബ്രെഡ്, അത് നടത്തുവാൻ വേണ്ടി ഇസ്രായേൽ തന്നെ അവർ മുന്നോട്ട് വരണം. അതേപോലെ തന്നെ ആശുപത്രി ഇസ്രായേൽ പണിതു തരണം, കാരണം ഞങ്ങൾക്ക് പണിയാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ആ രീതിയിലാക്കി. അപ്പോൾ ഒക്ടോബർ 7 മുമ്പ് എന്തായിരുന്നു ഗാസ? അവിടെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു.
ഇതെല്ലാം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഗാസ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിറ്റിയിൽ പോയിട്ടുണ്ട്, ഒരു ബസ്ലിംഗ് സിറ്റി ആയിരുന്നു. അപ്പൊ ആ സിറ്റിയിലെ സ്ഥിതി ഇങ്ങനായി മാറി. എന്ത് നേട്ടം ഇവരുണ്ടാക്കിയത്? പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. ഫൈനലി കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു. ഇപ്പൊ ഇസ്രായേൽ ലോകത്തെല്ലാവർക്കും അറിയാം, യാഹിയ സിനാർ എവിടാ ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ഏത് സമയത്ത് കൊണ്ട് ബോംബിടുകയും ചെയ്യും. കാരണം അവിടെ ഇസ്രായേലി ഹോസ്റ്റേജസ് ഉണ്ടായതിന്റെ പേരിലാണ് ബോംബിടാത്തത്. ഇനി അടുത്തിടയ്ക്ക് ഒരു പ്രസ്താവന ഇന്നലെ കണ്ടു, ഹിസ്ബുള്ള ഇഷ്ടം പോലെ റോക്കറ്റ് അയച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് ഇത് പോയത്? ഇസ്രായേൽ എത്ര പേരാണ് മരിച്ചത്? അവർ ഇന്നലെ അവരുടെ റിപ്പോർട്ട് വന്നു, അവരുടെ ഡിഫൻസ് മിനിസ്റ്ററിയും ഗവൺമെന്റ് ഓഫ് ഇസ്രായേലും പുറത്തു വിട്ടു. 243 സൈനികരാണ് അവരുടെ കൊല്ലപ്പെട്ടേക്കുന്നത്. ഒക്ടോബർ 7 ശേഷം 1142 ഇസ്രായേലികളാണ് ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത്. 147 ഹോസ്റ്റേജസ് ആണ് ഇന്ന് ഹമാസിന്റെ കസ്റ്റഡിയിൽ. അതിനകത്ത് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമുണ്ട്, അന്ന് പിടിച്ചോണ്ട് പോയവരുമുണ്ട്. എല്ലാം കൂടെ അത്രയേ ഉള്ളൂ. ഇതാണ് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ജനാധിപത്യ രാജ്യമാണ്. അവിടുത്തെ പറയാൻ അവർക്കത് കള്ളം പറയാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. കാരണം എല്ലാവരുടെയും ഡോക്യുമെന്റും എല്ലാം ഉണ്ട്. പക്ഷെ ഹമാസിന് മുഴുവനും കള്ളത്തിന് അടിച്ചു വിടുന്നത്. അതുകൊണ്ടാണ് ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചത്, ബാരേജ് ഓഫ് റോക്കറ്റ്സ്. അതായത് ബാരേജ് ഓഫ് റോക്കറ്റ്സ് അവർ തന്നെ അവരുടെ ഇതിനകത്ത് മീഡിയ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 400 റോക്കറ്റ് അയച്ചെന്ന്. 400 റോക്കറ്റ് അയച്ചെങ്കിൽ ഒരു റോക്കറ്റെങ്കിലും എവിടെ പൊട്ടിയിട്ട് ഒരാൾ മരിച്ചത് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യണം. വളരെ സിമ്പിളാണ്. കാരണം 400 റോക്കറ്റ് അയച്ചു. അപ്പൊ ഇവര് പറയുന്ന റോക്കറ്റ് പിള്ളേർ കളിക്കുന്ന റോക്കറ്റാണ്. അതാ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഹൈ ആയിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പൊ അവർക്കിതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 18 ദിവസമായിട്ട് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയി. ഇപ്പൊ ഇസ്രായേലിനെതിരെ ഹൂത്തികളുടെ ഒരു അക്ഷരം മിണ്ടാട്ടമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോക്കറ്റ് വിടുന്നു, എവിടെ പോകുന്നത് പോലും അവർക്ക് അറിയത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രൊഫഷണൽ രാജ്യത്തോട് ഒരു പ്രൊഫഷണൽ ഫോഴ്സ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പൊ ചില ഐക്യദാർഢ്യം കാണിച്ചവർക്കൊക്കെ പിടികെട്ടിക്കാണും കേരളത്തിൽ. അതേപോലെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഫോഴ്സാണ് ഡിഫൻസ്. അവരോടാണ് ഈ കാശ്മീരി കുറച്ച് ഗുണ്ടകളും കുറച്ച് പാകിസ്ഥാന്റെ വെപ്പൺസുമായിട്ട് ഒന്ന് കളിക്കാൻ വന്നപ്പോഴാണ് ഇന്ത്യ കളി കാണിച്ചു കൊടുത്തത്. അതാണ് ഒരു പ്രൊഫഷണൽ രാജ്യമാണ്. കാരണം ഇവിടെ നമുക്കുള്ളൊരു പ്രൊഫഷണൽ ഫോഴ്സാണ്, ഇത് തീവ്രവാദ ഫോഴ്സ് അല്ല. രണ്ടുപേരും ഒത്തിരി വ്യത്യാസമുണ്ട്. അത് മത തീവ്രവാദത്തിൽ നിൽക്കുന്ന ഫോഴ്സിന് മതത്തിന് വേണ്ടിയാണ്, ഇതൊരു രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യമായ പരമായ ഒരു പ്രൊഫഷണൽ ഫോഴ്സ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ ഞാൻ വീഡിയോകൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് പിടിച്ചിരിക്കാൻ പാടാണ്. ഈ ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗ്രൗണ്ട് വാർ തുടങ്ങിയപ്പോഴും നിങ്ങൾ കണ്ടതാണ്. ഇറാൻ എതിർക്കുന്നു, ടർക്കി എതിർക്കുന്നു, ജോർദാൻ എതിർക്കുന്നു, സിറിയ എതിർക്കുന്നു, ലെബനൻ എതിർക്കുന്നു, ഹൂത്തി എതിർക്കുന്നു, ഹിസ്ബുള്ള എതിർക്കുന്നു, പിന്നെ എവിടൊക്കെയോ മിലീഷ്യ ഗ്രൂപ്പ് ഉണ്ട് അവരും എതിർക്കുന്നു. അവസാനം അവരൊക്കെ എവിടെ പോയി? സിമ്പിൾസ് എവിടെ പോയി? 2 ബോംബ് അവിടെ ഇവിടെ കിട്ടി കഴിയുമ്പോൾ താഴെ കിടക്കുന്ന എല്ലാം പോയി, ചിന്നിച്ചെതറിപ്പോയി. ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് കളിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു ബാലപാഠം എന്ന് പറയുന്നത്.